6 വർഷത്തിലൊരിക്കൽ നടക്കുന്ന ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ചരിത്രപ്രസിദ്ധമായ മുറജപം ലക്ഷദീപം ഇന്ന് 56 ദിവസം നീണ്ട മുറജപമാണ് ലക്ഷദീപത്തോടെ ഇന്ന് സമാപിക്കുന്നത്. യുദ്ധാനന്തരം പാപപരിഹാരമായി 275 വർഷം മുൻപ് അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ നടത്തിയ ലക്ഷദീപം ഇന്നും പഴമയുടെ പ്രൗഢിയോടെയാണ് നടത്തുന്നത്. ശ്രീപത്മനാഭസ്വാമി ഭക്തർ കഴിഞ്ഞ 56 ദിവസമായി കാത്തിരുന്ന മുറജപം ലക്ഷദീപം. ശ്രീപത്മനാഭ സന്നിധി ലക്ഷക്കണക്കിന് ദീപങ്ങളുടെ പ്രഭയിൽ ജ്വലിക്കും. മകരസംക്രാന്തി ദിനമായ ഇന്ന് വൈകിട്ട് ക്ഷേത്രമാകെയും പത്മതീർത്ഥകരയും നെയ്വിളക്കുകൾ തെളിച്ചും വൈദ്യുതി ദീപങ്ങൾ കൊണ്ടും അലങ്കരിക്കും. രാത്രി ഗരുഡവാഹനത്തിൽ പത്മനാഭസ്വാമിയെ എഴുന്നള്ളിച്ച് 7ാമത്തേതും അവസാനത്തേതുമായ മുറശ്ശീവേലി നടക്കും. ലക്ഷദീപത്തിന്റെ ചരിത്രത്തിലേക്ക്. ലക്ഷദീപം തൊഴാനായി പോകുന്നവർ എന്തിനാണ് തിരുവിതാംകൂറിന്റെ പ്രതാപിയായ അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ മുറജപം നടത്തിയതെന്ന് അറിയണം. 1729 മുതൽ 1756 വരെ ഭരിച്ച മാർത്താണ്ഡവർമ്മ രാജ്യവിസ്തൃതിക്കായി നിരവധി യുദ്ധങ്ങൾ നടത്തി. പക്ഷേ യുദ്ധം കഴിഞ്ഞപ്പോൾ മാർത്താണ്ഡവർമ്മയ്ക്ക് പാപപരിഹാരം ചെയ്യണമെന്നായി. 1750 തൃപ്പടിദാനത്തിലൂടെ തിരുവിതാംകൂർ രാജ്യം ശ്രീ പത്മനാഭസ്വാമിക്ക് സമർപ്പിച്ച മാർത്താണ്ഡവർമ്മ പരിഹാര കർമ്മങ്ങൾ ആരാഞ്ഞു. ദേവന് മുറജപം നടത്താനുള്ള തീരുമാനം അങ്ങനെയാണുണ്ടായത്. ക്ഷേത്രത്തിന്റെയും രാജ്യത്തിന്റെയും അഭിവൃദ്ധിക്കായി തുടങ്ങിയ ലക്ഷദീപമാണ് ഇന്നും പ്രൗഢിയോടെ നടക്കുന്നത്. ലക്ഷദീപം തൊഴാനായി പാസ് ലഭിച്ച ഭക്തർക്ക് ഇന്ന് വൈകിട്ട് 4:30 മുതൽ 6:30 വരെ മാത്രമേ പ്രവേശനമുണ്ടാകൂ. പാസും ആധാർ കാർഡും കയ്യിൽ കരുതണം. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.